ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? വെക്കേഷനും ലീവൊക്കെ കഴിഞ്ഞിപ്പോൾ എല്ലാവരും ബിസി ആയിട്ടുണ്ടാവും അല്ലേ? ഞാനും ഇന്നിപ്പോൾ കുറച്ച് ബിസിയാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ബിസി ദിവസം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. ബിസി എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ബിസിയൊന്നുമല്ല, സാധാരണ ചെയ്യുന്നതിലും കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ കുറച്ചൊരു കൂറ ലുക്കിലാണ് കേട്ടോ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി കല്ലിലിട്ടൊന്ന് അലക്കിയെടുക്കണം. അതൊക്കെ കഴിയുമ്പോൾ എന്തായാലും വേർക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും രാവിലെ കുളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കുതിർത്ത് വെക്കണം. ഞാൻ സാധാരണ ബെഡ്ഷീറ്റൊക്കെ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണേ മാറ്റൽ. ഈ വെക്കേഷൻ സമയത്ത് മാറ്റേണ്ടതായിരുന്നു, പക്ഷേ ആ സമയം നമ്മൾ രാവിലെ എണീക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലേറ്റ് ആവുന്നത് കൊണ്ട് പിന്നെ പുറത്ത് കൊണ്ടുപോയി അലക്കാനുള്ളൊരു സമയമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും വെക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചു. ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ എടുക്കുമ്പോൾ തന്നെ സുനിയേട്ടനും അമ്മയൊക്കെ പറയും വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അതിലിട്ട് അലക്കിയാൽ പോരേ എന്നൊക്കെ പറയുവേ. അവർ വിചാരിക്കും ഈസി അല്ലേന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ പറയുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പക്ഷേ എങ്കിൽ അങ്ങനെ ബെഡ്ഷീറ്റൊന്നും വാഷിംഗ് മെഷീനിലിട്ട് അലക്കൽ വളരെ കുറവാണ്. തീരെ വയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യലുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൃത്തിയായ പോലെ തോന്നൂലേ ബെഡ്ഷീറ്റൊക്കെ ഈ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ പുറത്ത് കൊണ്ടുപോയി അലക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വൃത്തിയും ആ ഒരു മണമൊക്കെ വിചാരിക്കുമ്പോൾ എത്ര കയ്യില്ലെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടലില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റൊക്കെ അലക്കുന്ന ദിവസം ഞാൻ പിന്നെ മറ്റുള്ള ഡ്രസ്സോ അങ്ങനെയുള്ളതൊന്നും അലക്കലില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റൊക്കെ അലക്കി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു വഴിക്കാവുമല്ലോ. അപ്പോൾ പിന്നെ മറ്റുള്ള ഡ്രസ്സും കൂടി എടുത്താൽ നമ്മൾ വല്ലാണ്ട് ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ബെഡ്ഷീറ്റ് അലക്കുന്ന ദിവസം അതുമാത്രമേ അലക്കാറുള്ളൂ കേട്ടോ. പിന്നെ വലിയ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും വല്ലാണ്ട് ക്ഷീണിച്ചു പോകുമല്ലോ. അങ്ങനെ ഇതൊക്കെ കുതിർത്ത് അലക്കി എടുത്തിട്ടുണ്ട്. അലക്കുന്നതൊന്നും ഞാൻ പിന്നെ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെയെല്ലാം അലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മേലെ കൊണ്ടുപോയി ആറിയിടണം. അലക്കി വരുമ്പോൾ തന്നെ ഞാനൊരു വഴിക്കായിട്ടുണ്ടേ, കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ ചായ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതും 1-2 ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരു വിശപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അലക്കി വരുമ്പോഴേക്കും നല്ല വിശപ്പുണ്ട്. ആദ്യം കുറച്ച് വെള്ളത്തിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മടി കൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നൊന്നും നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ എടുത്ത് ഫാനൊക്കെ നല്ല ഫുൾ സ്പീഡിലിട്ടിട്ട് ഇരിക്കുന്നുണ്ട്, ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സമാധാനമായി ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഗോതമ്പ് ദോശയും പഴം പൊരിച്ചതും കൂടിയായിരുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ. അപ്പോൾ ആ ഗോതമ്പ് ദോശേൻ്റെ മാവ് കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഗോതമ്പ് മാവ് ആക്കിയതിന് ശേഷം ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ സുനിയേട്ടനും ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാമ്പാറുണ്ട്. സാമ്പാർ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറാണ്. അപ്പോൾ സാമ്പാറും ഗോതമ്പ് ദോശയും കൂടി നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അങ്ങനെ കഴിച്ച് ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മറച്ചിടാറുണ്ട് കേട്ടോ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അരിദോശ ഉണ്ടാക്കുമ്പോൾ മറച്ചിടാറില്ല എന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മറച്ചിടുന്ന കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ടല്ലോ നിങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഗോതമ്പ് ദോശയാകുമ്പോൾ മറച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ലോണം ആ ഒരു റെഡിഷ് കളറായി വരുള്ളൂല്ലോ, അതുകൊണ്ടാണ് മറച്ചിടുന്നത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കറി കൂട്ടി കഴിക്കാൻ വേണ്ടി അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഗോതമ്പ് ദോശ ഞാൻ മറിച്ചിടാറുണ്ട്. പിന്നെ അതുമല്ല ഞാൻ ഓയിലൊന്നും ചേർക്കുന്നില്ലേ. നമ്മൾ കറി കൂട്ടി കഴിക്കുന്നതായതുകൊണ്ട് പിന്നെ അങ്ങനെ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ഒന്ന് മറിച്ചിടണം. കുറച്ച് നല്ലോണം ആവണമല്ലോ, അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യത്തെ ദോശ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു റെഡിഷ് കളർ ആയിക്കഴിഞ്ഞാൽ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദോശ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ താഴെ കുറച്ചൊന്ന് മാവ് ആയിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഞാൻ തുടച്ച് കളയുന്നത്. അങ്ങനെ നമ്മളെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കലാണ് കേട്ടോ ദോശ വേണ്ട ദോശ ആയിട്ടുണ്ടോ എന്നെല്ലാം. അപ്പോൾ വേണ്ട ദോശ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാവിലെ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. മാവ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അതപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരമോ മറ്റോ ആക്കാമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടി
കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ദോശ ആക്കുന്നതിൻ്റെ ഇടക്കൊക്കെ ഞാൻ സുനിയേട്ടനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾ മേലെ വർക്കിലാണ്. അപ്പോൾ നമ്മൾ ദോശ ആവുന്നതിനും കുറച്ച് മുന്നേ വിളിച്ചില്ലെങ്കിൽ ആൾ വരാൻ വേണ്ടി ലേറ്റ് ആവും. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ ആയിട്ടുണ്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കറക്റ്റ് ടൈമിലെത്തും. അപ്പോൾ പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല വിശപ്പുണ്ടല്ലോ. അപ്പോൾ കുറച്ച് പഴം പൊരിച്ചത് ബാക്കിയുണ്ട് കുട്ടികൾക്കാക്കിയത്, അതും ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സുനിയേട്ടൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ആൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ക്യാമറയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെയും കാണാൻ പറ്റുമോ, ഇനിയിപ്പോൾ എന്നെയും കാണുമോ എന്നൊക്കെ ഇങ്ങനെ ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇല്ല ഞാൻ തിരിച്ച് വെച്ചിട്ടാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇതാ ഭക്ഷണം കഴിച്ച് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പ്ലേറ്റൊക്കെ കഴുകി വെക്കാനുണ്ട്. ഞാനിതാ ഇങ്ങനെയുള്ള പ്ലേറ്റുകൾ ഞാൻ ആ ഒരു പച്ച സ്ക്രബ്ബർ ഉണ്ടല്ലോ നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്നത്, അത് വെച്ച് ഞാൻ കഴുകാറില്ല കേട്ടോ. നമ്മളൊരു സ്മൂത്തായിട്ടുള്ളൊരു മഞ്ഞ സ്ക്രബ്ബർ കിട്ടുമല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകാറ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഗ്രീൻ വെച്ച് കഴുകി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്ക്രാച്ച് വീഴുവേ പാത്രത്തിലൊക്കെ. അതുകൊണ്ട് എനിക്കെന്തോ അതത്ര ഇഷ്ടമല്ല ഇങ്ങനെയുള്ള പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള പണികളൊക്കെ ഉണ്ടേ. പ്ലേറ്റൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ അടച്ച് വെച്ച മൂടികളൊക്കെ ഉണ്ട്, മൂടിയുണ്ട്. അതും പിന്നെ കുറച്ച് കയ്യിലും സ്പൂൺ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ, അതൊക്കെ ഇതാ കഴുകിയിട്ടുണ്ട്. അങ്ങനെ പാത്രം കഴുകൽ പരിപാടി തൽക്കാലം തീർന്നിട്ടുണ്ട്. ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വെച്ചെടുത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ തന്നെ കഴുകി വെച്ചാൽ അതല്ലേ നല്ലത്. അങ്ങനെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ പാടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ സുനിയേട്ടൻ പറഞ്ഞു, പറമ്പിലൊരു വാഴക്കൊലയുണ്ട്, നമുക്കത് കൊത്തിയിട്ട് വരാമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ വാഴക്കൊല കൊത്താൻ വേണ്ടി പോവാം കേട്ടോ. അതിപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കിളികളോ അല്ലെങ്കിൽ വവ്വാലൊക്കെ കൊത്തി കഴിയുമല്ലോ. പിന്നെ നമുക്കത് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് കഴിക്കാനും തോന്നില്ലല്ലോ, നിപ്പയും അങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളതൊക്കെ വിചാരിച്ച് വേഗം കൊത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കൊത്താൻ വേണ്ടി ഇതാ വന്നതാണ്, പറമ്പിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആൾക്ക് പിന്നെ ഒരു കമ്പനി ഉണ്ടാവുമ്പം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനും കൂടെ വന്നതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ വന്ന് നിന്നാൽ മതി, ആൾ ചെയ്തോളും. പക്ഷെ ആരെങ്കിലും ഉണ്ടാവുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ ഇതാ കൊലയൊക്കെ കൊത്തി നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ കൊലയിലാണെങ്കിൽ കുറച്ച് കായൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നതെന്ന് അറിയില്ല കേട്ടോ. നമ്മളെ ഇവിടെയുള്ള കൊലയിലൊക്കെ കാണാം അങ്ങനെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ പറമ്പിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഈ ചെറുപഴമൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ കടയിൽ പോയി ചെറുപഴം വാങ്ങുന്നത് വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ അത് കുറച്ച് കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്, വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വാഴക്കൊല കൊത്താൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിറച്ചിതാ ഈ മുക്കുറ്റി ഇങ്ങനെ കണ്ടു കേട്ടോ. അതിപ്പോൾ കാണുമ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയല്ലേ അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം തോന്നി ആ ഒരു കുഞ്ഞു പൂക്കൾ ഇങ്ങനെ കണ്ടപ്പോഴേ. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ കാച്ചുമ്പോൾ എടുക്കുമല്ലോ ഈ ഒരു മുക്കുറ്റി, അതിലൊരു പ്രധാന ചേരുവയല്ലേ. നമ്മളെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു മുക്കുറ്റിയൊക്കെ അറിയുമോയെന്ന് തന്നെ അറിയില്ല കേട്ടോ. പക്ഷേ അത് ഇങ്ങനെ നിറച്ചുണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതാ ചോറ് വയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അരിയൊക്കെ ഇതാ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകുന്ന സമയം കൊണ്ട് അമ്മ ഇതാ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഉപ്പേരീൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വേവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനപ്പോഴേക്കും അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷനിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് തിളച്ചു. അതിനിപ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റണം. അത് മാറ്റിയിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അരി തിളച്ച് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയണേ അത് വാർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അലക്കി കൊണ്ടുവച്ച ബെഡ്ഷീറ്റൊക്കെ മേലെ കൊണ്ടുപോയി ഒന്ന് ആറിയിടണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോയാലോ? വാ, എല്ലാവരും കൂടി വായോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ സുനിയേട്ടനൊക്കെ ഇടയ്ക്കൊന്ന് ക്യാമറയിൽ പെട്ടിട്ടുണ്ട്. ആൾ പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു, ആളുടെ മുഖം കാണുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. മേലെ ഇന്നലെ അലക്കിയിട്ട് ഒരുപാട് തുണികളുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഒരുപാട് ദിവസമായിട്ട് ഇന്നലെയായിരുന്നു അലക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തുണികളൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിപ്പോൾ ഉള്ളത് ആറിയിടാൻ വേണ്ടിയിട്ട്. ഓണത്തിനൊക്കെ ഉള്ളതേ അലക്കാനുണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് പിന്നെ അലക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ആറിയിടണം. ഈ കുഞ്ഞു കുട്ടികളുടെതൊക്കെ ആകുമ്പോൾ അതിങ്ങനെ ഓരോന്നും എടുക്കാൻ തന്നെ ഒരു പണിയല്ലേ അല്ലേ. പിന്നെ ഇതാ വേഷ്ടി മുണ്ടൊക്കെ ഉണ്ട് ഓണത്തിനൊക്കെ കൊടുത്തത്, അതും ഒക്കെ ഉണ്ട് അലക്കിയിട്ടത്. ചിലതൊക്കെ പിന്നെ ഒന്നും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1-2 ദിവസമായിട്ട് ചെറിയ ചെറിയ മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാതൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ.
ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ആറിയിടാം. ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് ആറിയിടുമ്പോൾ ഞാനിങ്ങനെ താഴെ മുട്ടുമോ നിലത്ത് മുട്ടുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ആറിയിടുന്നത്. മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പണിയല്ലേ, നമുക്ക് എടുക്കണം, പിന്നെ വീണ്ടും കഴുകണം, എന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് ആറിയിടണം, അതൊക്കെ പണിയല്ലേ. അങ്ങനെ ഇതാ ബെഡ്ഷീറ്റ് 1-2 ആറിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വലിയേട്ടൻ ബെഡ്ഷീറ്റ് ഉണ്ട്. അതെന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അത് ഒരുപാട് വലുതുമാണ്, നല്ല ഭയങ്കര കനമുള്ളതുമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മൾ ബെഡിന് വിരിക്കുന്ന ഒന്നാണത്. അതും കൂടി ആറിയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ ഒരു ബെഡ്ഷീറ്റാട്ടോ ഞാൻ പറഞ്ഞത്. അത് നല്ല വെയിറ്റ് ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ വലിയേട്ടൻ ബെഡ്ഷീറ്റ് എന്നാട്ടോ പറയാറ്. അപ്പോൾ അത് ആറിയിടുമ്പോൾ ആയാലും നല്ല വെയിറ്റാണ്. അങ്ങനെ അതൊക്കെ ആറിയിട്ട് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിതാ ഞാനിങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. താഴെ ഞാൻ എത്തുമ്പോഴേക്കും അമ്മ ഇതാ ഉപ്പേരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കൊത്തവരി ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി തേങ്ങയൊക്കെ ഇട്ട അടിപൊളി ഉപ്പേരിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ എത്തുമ്പോഴേക്കും ഇതാ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അച്ഛൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്ങനെയായാലും അച്ഛൻ വരും. അച്ഛൻ വരുമ്പോൾ ആസ് യൂഷ്വൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമ്മളെ മസാല ദോശ എന്തായാലും നമ്മൾ പിന്നെ വിട്ടിട്ടില്ല. മസാല ദോശയുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഉള്ളത് അടയാണ്. അപ്പോൾ മസാല ദോശയും അടയായിരുന്നു. അതൊക്കെ കഴിച്ചു. നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അടയായിരുന്നു കേട്ടോ. വെല്ലവും തേങ്ങയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ അടിപൊളി അടയായിരുന്നു. അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാട്ടാ അയ്യോ ബെഡ്ഷീറ്റ് വിരിച്ചില്ലല്ലോ, വേറെ ബെഡ്ഷീറ്റ് വിരിച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. പിന്നെ അതിനുള്ള പരിപാടിയായിരുന്നു. ഈ ബെഡ്ഷീറ്റ് വിരിക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ ടാസ്ക്കാണല്ലേ. ഓരോ ഭാഗത്തും പോയി 4 ഭാഗത്തും നല്ലോണം ഫോൾഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കിടന്നു കഴിഞ്ഞാൽ മുഴുവനും ഇറങ്ങി താഴെ എത്തും അല്ലേ. അങ്ങനെ ഇതാ ബെഡ്ഷീറ്റൊക്കെ വിരിക്കേണ്ട ഒരു പരിശ്രമത്തിലാണ് കേട്ടോ ഇപ്പോൾ. ഇത് വിരിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വീണ്ടും വേർത്ത് കുളിക്കേണ്ടി വരുന്ന തോന്നുന്നത്. അങ്ങനെ ഇതാ ഓരോ ഭാഗത്തുനിന്നും നല്ലോണം ഫോൾഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പില്ലോ കവറൊക്കെ ഒന്ന് റെഡിയാക്കണം. ഷീറ്റ് വിരിച്ച് തളർന്നു കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് പില്ലോ കവറൊക്കെ ഒന്ന് റെഡിയാക്കാം. 3 പില്ലോസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. 2 പില്ലോ കവർ മാത്രമേ ആ ഒരു ബെഡ്ഷീറ്റിനുള്ളൂ കേട്ടോ. ഒന്ന് വേറെ ഒരു ബെഡ്ഷീറ്റിൻ്റെ കവറാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പില്ലോ കവറൊക്കെ ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബെഡ്ഷീറ്റ് വിരിച്ചതൊക്കെ എങ്ങനെയുണ്ട്, ശരിയായോ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണേ ഉള്ളത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, ടാറ്റാ.